أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. صدق الله العظيم. عن معاذ بن جبل رضي الله عنه أنه قال: يا رسول الله أوصني. قال: اتق الله حيثما كنت. قال: زدني. قال: أتبع السيئة الحسنة تمحها. قال: زدني. قال: خالق الناس بخلق حسن. أخرجه أحمد والدارمي والترمذي وقال: حديث حسن. صدق رسول الله. وقد يرجى لجرح السيف برء ولا برء لما جرح اللسان جراحات السنان لها التئام ولا يلتام ما جرح اللسان وجرح السيف تدمله فيبري ويبقي الدهر ما جرح اللسان. اللهم صل وسلم وبارك عليه. استغفر الله من قول بلا عمل لقد نسبت به نسلا لذي عقمي أمرتك الخير لكن ما ائتمرت به وما استقمت فما قولي لك استقمي ولا تزودت قبل الموت نافلة ولم أصلي سوى فرض ولم أصومي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനമുള്ള എന്നെ ശ്രവിക്കുന്ന ബഹുമാനികളായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, റേഡിയോ വഴി ക്ലാസ് റൂമിനെ വല്ലാതെ സ്നേഹിക്കുകയും മുഴുവൻ പരിപാടികളിലും ശ്രദ്ധാപൂർവം പങ്കെടുക്കുകയും കേൾക്കുകയും പഠിക്കുകയുമൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള നമ്മുടെ ഈ സദുദ്യമങ്ങളെ എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വിജയത്തിലേക്കെത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയങ്കരായ ഉസ്താദുമാർ, അണിയറ പ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി തുണക്കട്ടെ. സൽസ്വഭാവത്തിന്റെ മഹിമ എന്ന വിഷയം അവതരിപ്പിക്കപ്പെടും എന്നാണ് ഇവിടെ പരസ്യമൊക്കെ അടിച്ചു കണ്ടിട്ടുള്ളത്. വിഷയത്തിന്റെ പൂർണ്ണരൂപം അവതരിപ്പിക്കാൻ ഞാൻ
അപ്രാപ്തനാണ്. അത് സംബന്ധമായ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് ആവശ്യപ്പെടുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യമാണ് ഞാൻ നിങ്ങളെ ഓതിക്കൽപ്പിച്ചത്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമല്ല. ഇതിന്റെ മുമ്പുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ എല്ലാ തരത്തിലും പീഡിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും തങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് തങ്ങളെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പിന്നോട്ട് വലിക്കുകയും ചെയ്യാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അവരുടെ പിന്തിരിപ്പൻ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചുറ്റുപാടും വന്ന് ശബ്ദകോലാഹലമുണ്ടാക്കി അങ്ങോട്ട് പോകുന്നവരെ ഏതുവിധേനയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഗൂഢമായ പ്രവർത്തനങ്ങളെ ഒന്നുമല്ലാതാക്കി കാണിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യപ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനത്തെ 100% മഹത്വവൽക്കരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് പറയുകയാണ്, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, അങ്ങ് ചെയ്യുന്ന ഈ ഉത്കൃഷ്ടമായ പ്രവർത്തനവും അങ്ങയുടെ പ്രതിയോഗികൾ അത് തടയാൻ വേണ്ടി ചെയ്യുന്ന വികലമായ ശ്രമങ്ങളും ഒരിക്കലും സമമല്ല. അതുകൊണ്ട് അങ്ങയെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള പ്രബോധനം എന്നുള്ള ഉദ്യമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളെക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുക്കളോട് അവർ എന്തൊക്കെ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്താൻ ശ്രമിച്ചാലും അതിനോടൊക്കെ നിങ്ങൾ വളരെ പക്വമായ സമീപനം സ്വീകരിക്കുക. ഇദ്ഫാ ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ല മാർഗം ഉപയോഗിച്ചുകൊണ്ട് അങ്ങയുടെ ശത്രുക്കളോട് പ്രതികരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് നിർദ്ദേശം നൽകുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ ആയത്തിലും ഇതിന്റെ തൊട്ടുമുമ്പിലുള്ള ആയത്തിലും അല്ലാഹു തആല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ, തങ്ങളുടെ ഏതെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളല്ല, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ശ്രമിക്കുന്ന ശത്രുപക്ഷത്തിന്റെ കുതന്ത്രങ്ങൾ, ആ കുതന്ത്രങ്ങളോട് നബിയെ നിങ്ങൾ ഏതു രൂപത്തിൽ പ്രതികരിക്കണം എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. തങ്ങളോട് വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ ശത്രുത പുലർത്തുന്നവരോടോ തങ്ങളെ മാനസികമായോ ശാരീരികമായോ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പീഡിപ്പിക്കുന്നവരോടോ അല്ല തങ്ങളുടെ പ്രതികരണം ഏത് രൂപത്തിലായിരിക്കണമെന്ന് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള
അന്ത്യപ്രവാചകൻ എന്ന നിലക്ക് ഈ വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന ഈ ലോകത്ത് നടപ്പിൽ വരുത്തുന്നതിന് വിരുദ്ധം നിൽക്കുന്ന പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തോട് ഏതു രൂപത്തിൽ അങ്ങ് പെരുമാറണമെന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ശ്രമിക്കുന്ന, പ്രതിബന്ധമായി നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിയോഗികളോടും വളരെ നല്ല മാധ്യമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് പ്രതികരിക്കുക. അങ്ങനെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, അങ്ങയോട് ശത്രുതയിൽ നിൽക്കുന്ന പ്രതിപക്ഷത്തെ അങ്ങേക്ക് കാണാൻ സാധിക്കും. കഅന്നഹു വലിയ്യുൻ ഹമീം, അവർ തങ്ങളുടെ ഉറ്റമിത്രങ്ങളായിട്ട് തങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല രൂപത്തിലാണ് ഇങ്ങോട്ട് ഏൽക്കേണ്ടി വരുന്ന വിഷമതകളൊക്കെ സഹിച്ചുകൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ ഇങ്ങോട്ടുള്ള അക്രമപ്രവർത്തനങ്ങളും മറ്റു ഉപദ്രവങ്ങളുമെല്ലാം സഹിച്ചുകൊണ്ട് അതെല്ലാം മൂടിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറന്നുകൊണ്ട് അങ്ങോട്ട് പുഞ്ചിരിയോടുകൂടി നല്ല രൂപത്തിലുള്ള സമീപനം അങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങയുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന, അങ്ങയോട് ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ അങ്ങയുടെ ഉറ്റമിത്രങ്ങളായി മാറുന്നത് അങ്ങേക്ക് കാണാമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു മായുലഖാഹ, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യൽ അത് നേടിയെടുക്കാൻ സാധിക്കില്ല. ഇല്ലല്ലദീന സ്വബറു, അങ്ങേ അറ്റത്തുള്ള ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കുന്ന ആളുകൾക്കല്ലാതെ. വമായുലഖാഹ, ഇത്തരത്തിലുള്ള ഉത്കൃഷ്ടമായ സ്വഭാവം സ്വായത്തമാക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ ദു ഹദ്ദിൻ അദീം, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ സമ്പുഷ്ടമായ സ്വഭാവത്തിന്റെ വലിയ വിഹിതം നൽകപ്പെട്ടവർക്കല്ലാതെ അതിന് സാധിക്കുകയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത്, സാധാരണ മനുഷ്യൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാറുള്ളത് ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സമയത്തല്ല പലപ്പോഴും മുസ്ലിമായ ഒരു മനുഷ്യനും അമുസ്ലിമായ ഒരു മനുഷ്യനും അല്ലെങ്കിൽ രണ്ടു മുസ്ലിങ്ങൾ തന്നെ തമ്മിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുള്ളത്. അത് പലപ്പോഴും തികച്ചും രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് കേവല രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇസ്ലാം ഉൾക്കൊള്ളുന്ന, ഇസ്ലാം അനിവാര്യമായി പഠിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഇവിടെ പറയുന്നത് യാതൊരു തരത്തിൽ വ്യക്തിപരമായി തനിക്കോ സമൂഹത്തിനോ ഒന്നും ഉപകാരമില്ലാത്ത ചില രാഷ്ട്രീയമായ ചർച്ചകൾ, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. അതല്ലെങ്കിൽ വ്യക്തിപരമായ, തികച്ചും വ്യക്തിപരമായ, ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചർച്ച ഇവിടെ കൊണ്ടുവന്നിട്ടേയില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മതപരമായ കാരണങ്ങൾക്ക് മതകീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത്, മതത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്ന് അങ്ങ് ഏൽക്കേണ്ടി വരുന്ന മുഴുവൻ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ തികച്ചും ക്ഷമാപൂർവം കൈകാര്യം ചെയ്യുകയും അവരോട് വളരെ പക്വമായ വിനയപൂർവമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യണം. എന്നാൽ അങ്ങയുടെ പ്രതിപക്ഷത്തെ സ്വന്തം പക്ഷത്തു നിർത്താൻ അങ്ങേക്ക് സാധിക്കും, ഉറ്റമിത്രങ്ങളാക്കിയെടുക്കാൻ സാധിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു ഒരിക്കൽ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാനൊരു യാത്ര പോവുകയാണ്, ഹജ്ജിന് പോകുമ്പോഴാണ് എന്ന അഭിപ്രായമുണ്ട്. ഞാനൊരു യാത്ര പുറപ്പെടുകയാണ് തങ്ങളെ, എനിക്ക് ചില വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകണം. ഔസ്വനി, എനിക്ക് ചില വസിയ്യത്തുകൾ നൽകണം, ചില വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അങ്ങ് എനിക്ക് നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയപ്പെട്ട ശിഷ്യൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന വിലപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നിങ്ങൾ എവിടെയായിരുന്നാലും മുആദേ അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതു മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും, അത് നിങ്ങൾ ഒറ്റക്കാകട്ടെ, സമൂഹത്തിലാകട്ടെ, ഏകാന്തനായി ജീവിക്കുമ്പോഴാകട്ടെ, ഇരുട്ടത്താകട്ടെ, വെളിച്ചത്താകട്ടെ, സമൂഹത്തിന്റെ മധ്യത്തിലാകട്ടെ, അല്ലാത്ത രീതിയിലാകട്ടെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഹൈസുമാ കുന്ത. റാവി ഷെക്ക് പറയുന്നുണ്ട്, ഐനമാ കുന്ത എന്നാണ് പറഞ്ഞത്. എവിടെയായിരുന്നാലും നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും, നിങ്ങൾ ഏത് പ്രദേശത്തായിരുന്നാലും അല്ലാഹുവിന്റെ ഭയപ്പാട്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, അതായിരിക്കണം നിങ്ങളെ നയിക്കേണ്ടത്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക. മഹാനായ മുആദ് തങ്ങൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, സിദ്നി യാ റസൂലല്ലാഹ്, നബി അല്പം കൂടെ അധികം പറഞ്ഞു തരൂ, കുറച്ചുകൂടെ കൂടുതൽ എന്നെ ഉപദേശിക്കൂ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അത്ബി അസ്സയ്യിഅതൽ ഹസനത തംഹുഹ. നിങ്ങളുടെ ജീവിതത്തിൽ വല്ല തിന്മകളും വന്നുപോയാൽ ഉടനെ തന്നെ നിങ്ങളൊരു നന്മ പ്രവർത്തിക്കുക. എന്നാൽ ആ നന്മ ഈ തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ നിങ്ങൾക്കൊരു തിന്മ പറ്റിപ്പോയാൽ, ഒരു അരുതായ്മ വന്നു പോയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സല്ലത്ത് സംഭവിച്ചാൽ, ഉടനെ തന്നെ നിങ്ങൾ അതിനെ ഒരു നന്മ കൊണ്ട് തുടർത്തുക, ഉടനെ തന്നെ ഒരു നന്മ ചെയ്യുക. തംഹുഹ, എന്നാൽ ആ നന്മ തിന്മയെ മായ്ച്ചു കളയുന്നതാണ്. മുആദ് തങ്ങൾ വീണ്ടും ചോദിച്ചു, പ്രവാചകരെ, സിദ്നി, എനിക്ക് കൂടുതൽ പഠിപ്പിച്ചു തരൂ, ഇനിയും കുറച്ചുകൂടെ ഉപദേശങ്ങൾ നൽകൂ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക, നല്ല സ്വഭാവത്തോടുകൂടി ജനങ്ങളോട് പെരുമാറുക. ആളുകളോട് പെരുമാറുമ്പോൾ എപ്പോഴും നമ്മുടെ നല്ല സ്വഭാവം മാത്രം പുറത്തെടുക്കുക. ഏതൊരു മനുഷ്യനും ഒന്നിലധികം സ്വഭാവങ്ങളുണ്ടാകും. പക്ഷേ ആളുകളോട് പെരുമാറുമ്പോ, ജനമധ്യത്തിൽ സംസാരിക്കുമ്പോ, ആളുകൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോ, അവർക്കിടയിൽ മറ്റൊരാളോട് നാം സംസാരിക്കുകയാണെങ്കിൽ, ഇടപെടുകയാണെങ്കിൽ, അത് നിന്റെ നല്ല സ്വഭാവം കൊണ്ടായിരിക്കണം. അപ്പൊ നിന്റെ ആ നല്ല സ്വഭാവം എന്നതിന് വിപരീതമായി നിൽക്കുന്ന അതിന്റെ എതിർവശത്തുള്ള സ്വഭാവം, നിന്റെ ചീത്ത സ്വഭാവം പുറത്തു വരാൻ നീ അനുവദിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് തങ്ങൾക്ക് നൽകുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നു. സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് നിരവധി കവിതകൾ നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടത്തിലുള്ള ഒരു കവിതയാണ് വഖദ് യുർജ ലിജുർഹി സൈഫി ബുർഉ വലാ ബുർഉ ലിമാ ജറഹൽ ലിസാനു. വാളുകൊണ്ട് മുറിവ് പറ്റിയാൽ അത് ഉണങ്ങുമെന്ന് പ്രതീക്ഷിക്കാം, പക്ഷേ നാവ് പറ്റിയാൽ അത് ഉണങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടാൻ പറ്റില്ല. നമ്മുടെ മലയാളത്തിലും അതേ അർത്ഥത്തിലുള്ള ഒരു പഴമൊഴി നമുക്ക് കാണാൻ സാധിക്കും. മഴുകൊണ്ട് വെട്ടിയ മുറിവ് മരുന്നുകൊണ്ടുണക്കാൻ സാധിക്കും, നാവുകൊണ്ടേൽപ്പിച്ച മുറിവിന് മരുന്ന് ലഭ്യമല്ല എന്ന രീതിയിൽ മലയാളത്തിലും നമുക്ക് ഇതേ ആശയത്തിലുള്ള പഴമൊഴികളും മഹദ്വചനങ്ങളും
പല രീതിയിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നു. അപ്പൊ വഖദ് യുർജാ ലി ജുർഹി സൈഫി ബുർഉ, നമ്മളൊരു മനുഷ്യനോട് പെരുമാറുന്ന സമയത്ത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു വേദനിപ്പിക്കുന്ന, അപരനെ വേദനിപ്പിക്കുന്ന, അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന, അവന്റെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്കോ പ്രവർത്തനമോ വന്നുപോയാൽ അത് പിന്നീട് പ്രത്യേകിച്ച് വാക്കുകൊണ്ടായാൽ അത് ഉണക്കാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങൾ ഒരു വടിയെടുത്തവനെ തല്ലിയാൽ അല്ലെങ്കിൽ ഒരു ആയുധം കൊണ്ടവനെ വെട്ടിയാൽ ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിന് ആ മുറിവ് ഉണക്കാൻ സാധിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ നാവ് കൊണ്ടേൽപ്പിച്ച മുറിവിന് വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല എന്നാണ് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത്. ജിറാഹാത്തുസ്സിനാനി ലഹൽ തിആമു, വായയിലുള്ള വളരെ ബലമുള്ള അവയവമാണ് മനുഷ്യന്റെ പല്ല്. ആ പല്ലുകൊണ്ടൊരാളെ കടിച്ചാൽ ആ കടിച്ചുണ്ടായ മുറിവ് മരുന്നുകൊണ്ടുണക്കാൻ സാധിക്കും. പക്ഷേ വലായൽ താമു മാ ജറഹല്ലിസാനു, നിന്റെ മൃദുവായ എല്ലില്ലാത്ത നാവുകൊണ്ട് നീ ഒരാളെ മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് കൂടുകയില്ല. എന്നാൽ നിന്റെ ബലമുള്ള ദ്വന്ദ്ങ്ങൾ കൊണ്ട്, പല്ലുകൾ കൊണ്ട് നീ ഒരാളെ കടിച്ചു മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് കൂടും. എന്നാൽ നാവ് കൊണ്ടേൽപ്പിച്ച മുറിവ് കൂടുകയില്ല. വജുർഹു സൈഫി, തുൽമിലുഹു ഫയുബരി വയുബ്ഖിദ്ദഹു മാ ജറഹൽ ലിസാനു, വാളുകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കപ്പെട്ട മുറിവ്, നിന്റെ ശത്രു നിന്നെ വെട്ടിയപ്പോൾ ഉണ്ടായ മുറിവ്, ആ മുറിവ് നീ അതിനെ ചികിത്സിക്കുകയാണെങ്കിൽ അത് സുഖപ്പെടും. പക്ഷേ വയുബ്ഖിദ്ദഹു മാ ജറഹൽ ലിസാനു, നിന്റെ നാവ് ഉണ്ടാക്കിയ മുറിവ് അത് കാലത്തിനു മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്ന് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശത്തിലും മുകളിൽ നമ്മൾ ഓതിയ ആയത്തിലുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അത് സ്വന്തം കുടുംബത്തിലാകട്ടെ, സമൂഹത്തിൽ അവൻ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലാകട്ടെ, രണ്ടാമതൊരാളോട് അവൻ ഇടപെടുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് അവൻ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും ഇവിടെ നമുക്ക് വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയത്. സൽസ്വഭാവം, അതിന് വിശുദ്ധ ഇസ്ലാം വല്ലാത്ത പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. സൽസ്വഭാവം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഇതേപോലെ ചില ചിന്തകൾ പങ്കുവച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞുകൊടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി, നന്മയാകുന്നു സൽസ്വഭാവം. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഹുസ്നുൽ ഖുലുഖി ഇഖ്തിയാറുൽ ഫളാഇലി വ തർക്കുർ റദാഇലി, ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളെ തെരഞ്ഞെടുക്കുക, ഉത്കൃഷ്ടമായവയെ തെരഞ്ഞെടുക്കുക, അധമമായവയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് സൽസ്വഭാവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ മറ്റു പല മഹാന്മാരും, മഹാനായ ഇബ്നു മൻസൂർ തങ്ങൾ പറയുന്നത് ഹുസ്നുൽ ഖുലുഖി അല്ലാ തഗ്ലബ, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാതിരിക്കാനാണ്. ഇതേ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു സഹാബിയോട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നന്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലാ തഗ്ലബ, നീ ദേഷ്യപ്പെടാതിരിക്കലാണ് നിനക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചോദ്യകർത്താവിനോട് പറഞ്ഞുകൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ മഹാനായ ഇബ്നു മൻസൂർ തങ്ങളും പറയുന്നത്, ഹുസ്നുൽ ഖുലുഖി അല്ലാ തഗ്ലബ വലാ തഹ്തദ്ദ
ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ നീ ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിന്റെ സ്വഭാവത്തിന്റെ മൂർച്ച കുറക്കലാകുന്നു. മൂർച്ചയേറിയ സ്വഭാവം എടുക്കരുത്, മൃദുലമായ സ്വഭാവം, ലാളിത്യമുള്ള സ്വഭാവമായിരിക്കണം നീ എടുക്കേണ്ടത്. മഹാനായ ഇമാം തുർമുദി തങ്ങൾ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ ത്വലാഖത്തുൽ വജ്ഹി, പ്രസന്നവദനായി മറ്റുള്ളവരെ സമീപിക്കുക, മുഖപ്രസന്നതയോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കുക, വർത്തിക്കുക എന്നുള്ളതാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. വബദലുൽ മഅറൂഫി, നന്മയെ പകർന്നു കൊടുക്കുക എന്നുള്ളതുമാണ്. വകഫുൽ അദാ, തിന്മയെ തടുക്കുക. അപ്പൊ നന്മ പകർന്നു കൊടുക്കലും പ്രസന്നമായ മുഖത്തോടുകൂടി, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി മറ്റുള്ളവരെ സമീപിക്കുക, അവരെ അഭിമുഖീകരിക്കുക, അവരോട് സംസാരിക്കുക, അവരോട് ഇടപെടുക, നന്മ അവർക്ക് പകർന്നു കൊടുക്കുക. നിന്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കിട്ടേണ്ടത് എപ്പോഴും നന്മ മാത്രമായിരിക്കണം. വഖഫുൽ അദാ, നിന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നീ തിന്മയെ തടുക്കുക. നിന്നിൽ നിന്ന് ഒരു അഴ മറ്റൊരാൾക്ക് വന്നു ഭവിക്കരുത്. നിന്റെ ഒരു തിന്മ മറ്റുള്ളവന് ഏൽക്കരുത്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരാളും ഒരു തിന്മ മറ്റുള്ളവനെ ഏൽക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കരുത്. അതിന് നിന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും അത് നീ തടയുക. നിന്നിൽ നിന്ന് മറ്റൊരാൾക്കൊരു തിന്മ ഉണ്ടാകരുത്. മറ്റൊരാളിൽ നിന്നും നിന്നിലേക്കാകട്ടെ, സമൂഹത്തിലെ ഏതൊരു വ്യക്തിയിലേക്കാകട്ടെ, സമൂഹത്തിൽ അള്ളാഹുവിന്റെ ഏതൊരു സൃഷ്ടിക്കാകട്ടെ, ഒരു തരത്തിലുള്ള ഉപദ്രവവും ഒരാളും മറ്റൊരാളെയും ഏൽപ്പിക്കരുത്. അങ്ങനെയുണ്ടാകുന്ന അവസരങ്ങളിൽ നിന്നെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ നീ അത് തടയുക എന്നുള്ളതാണ് സൽസ്വഭാവം എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം തുർമുദി ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. ത്വലാഖത്തുൽ വജ്ഹി, മുഖപ്രസന്നതയുണ്ടായിരിക്കുക. വബദലുൽ മഅറൂഫി, നന്മകളെ പകർന്നു നൽകുക. വകഫുൽ അദാ, തിന്മ തടയുക. നിന്റെ തിന്മ മറ്റൊരാൾക്ക് ഏൽക്കാതെ, ആരുടെയും തിന്മ ആർക്കും ഏൽക്കാതെ അങ്ങനെയുള്ള ഒരു അവസ്ഥാ വിശേഷം സംജാതമാവുകയാണെങ്കിൽ അത് വളരെ ശാന്തപൂർവമായ ജീവിതത്തിന് വഴിയൊരുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഈ പറയപ്പെട്ട നിർവചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മഹാനായ ഹസൻ ബസരി തങ്ങളും റഹ്മത്തുള്ളാഹി അലൈഹി അജ്മഈൻ പറയുന്നത്, ഹഖീഖത്തു ഹുസ്നുൽ ഖുലുഖി ബദ്ലുൽ മഅറൂഫി വകഫുൽ അദാ വതലാഖത്തുൽ വജ്ഹി. അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേ ആശയം തന്നെയാണ് മഹാനായ ഹസൻ ബസരി തങ്ങളും പറയുന്നത്. ഹുസ്നുൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ നന്മ പകർന്നു നൽകുക എന്നുള്ളതാണ്, തിന്മയെ തടയുക എന്നുള്ളതാണ്, ഉപദ്രവങ്ങൾ ആർക്കും ഏൽപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിന്റെ സഹോദരനെ പ്രസന്നവദനായി മുഖപ്രസന്നതയോടുകൂടി നീ സമീപിക്കുക എന്നുള്ളതാകുന്നു സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. നമ്മുടെ പലതരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളും കാരണം പലരെയും അത് വേദനിപ്പിക്കാറുണ്ടെന്ന് മാത്രമല്ല, പലരുടെയും മാനസികാഘാതങ്ങൾക്കും പലപ്പോഴും ആത്മഹത്യക്കും മരണത്തിനും ഒക്കെ കാരണമാകുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ടും കേട്ടുമൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ടാകും. കുടുംബത്തിൽ ഒരാളുടെ, സമൂഹത്തിൽ ഒരാളുടെ സ്വഭാവദൂഷ്യം മറ്റുള്ളവർക്കുണ്ടാക്കുന്ന മാനസികാഘാതങ്ങൾ അത് പലപ്പോഴും വലിയ പരിണിത ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിന് പരിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒക്കെ നമുക്ക് വിശദമായ ചികിത്സ പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ പറയുന്നതായി കാണാം, വഇൻ ആഖബതും ഫആഖിബു ബിമിസ്ലി മാ ഉഖിബതും وإن عاقبتم فعاقبوا بمثل ما عوقبتم به ولئن صبرتم لهو خير للصابرين. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾക്ക് പ്രതികാര പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ, നിങ്ങളെ ഒരാൾ ആക്രമിച്ചപ്പോൾ അതിന് നിങ്ങൾ പ്രതിക്രിയ നടത്തുകയാണെങ്കിൽ, നിങ്ങളെ ഏത് രൂപത്തിലാണോ ചെയ്തത് അതിന് തത്തുല്യമായതേ അങ്ങോട്ട് ചെയ്യാവൂ.
അങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു തആല പറയുന്നത് വല ഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. എന്നാൽ നിങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചതിന് അങ്ങോട്ടുള്ള പ്രതിക്രിയ തത്തുല്യമായ രൂപത്തിലേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് വല ഇൻ സബർതും, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ഉത്തമമായ മാർഗം, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വല ഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോ പ്രതിക്രിയ ആവാം, അതിന്റെ രൂപങ്ങളും അതിന്റെ സ്വഭാവങ്ങളുമൊക്കെ പഠിപ്പിച്ചു. ഒരിക്കലും ഒരു ഇഞ്ച് പോലും, ഒരു അണുവിൻ തൂക്കം പോലും ഇങ്ങോട്ട് ചെയ്തതിൽ കൂടുതൽ അങ്ങോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിന്റെ കൃത്യത പഠിപ്പിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉത്തമമായ വശത്തെ പഠിപ്പിച്ചു തരുന്നത് വല ഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. എന്നാൽ നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്ന ഉപദ്രവത്തിൽ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമമായത്, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കൂടുതൽ പ്രതീക്ഷിക്കപ്പെടാവുന്നതും എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുക വഴി സമൂഹത്തിൽ പ്രതിക്രിയാ പ്രവർത്തനങ്ങൾ നടത്തണം എന്നല്ല, മറിച്ചതിന് മാപ്പ് നൽകണം എന്നുള്ളതാണ് ഇവിടെയൊക്കെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. രണ്ടാമതൊരു സൂറത്തു ശൂറയിൽ അല്ലാഹു തആല പറയുന്നു വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിത്ലുഹ. ഇങ്ങോട്ടൊരു ഉപദ്രവം ഒരാൾ ഏൽപ്പിച്ചാൽ അതേ രൂപത്തിലുള്ള തത്തുല്യമായ രീതിയിൽ അങ്ങോട്ട് പ്രതികരിക്കാമെന്നുള്ളതാണ്. എന്നാൽ ഫമൻ അഫ, ആരെങ്കിലും മാപ്പ് നൽകുകയാണെങ്കിൽ വാസുലഹ, അവിടെ നന്മക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ഫഅജ്റുഹു അലല്ലാഹ്, അവൻ അല്ലാഹുവിങ്കൽ അതിമഹത്തായ പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കേണ്ടി വരുമ്പോ അങ്ങനെയാവാം, പക്ഷേ മാപ്പ് നൽകുകയാണെങ്കിൽ, സമൂഹത്തിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഅജ്റുഹു അലല്ലാഹ്, അവൻ അല്ലാഹു തആലയാണ് പ്രതിഫലം നൽകുക എന്ന് പറയുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മാപ്പു നൽകുന്നതിന്റെ, നന്മക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ ഒക്കെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുകയാണ്. സമൂഹത്തിൽ ഒരാൾക്ക് ഉപദ്രവം ഏൽപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ് എന്നതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നു. അത് ഇങ്ങോട്ട് ഉപദ്രവിച്ചതിന് പ്രതിക്രിയാ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പോലും നിങ്ങൾ മാപ്പ് നൽകുകയാണെങ്കിൽ അതാണ് 100 വട്ടം നിങ്ങൾക്ക് ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു തആല പറയുന്നു ഇദ്ഫാ ബില്ലത്തി അഹ്സനു സയ്യിഅ, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ടാണ് തടുക്കേണ്ടത്, തിന്മയെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് നന്മയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ്. ഇങ്ങോട്ട് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അങ്ങോട്ട് നിങ്ങൾ അതിനെ അതേ രൂപത്തിൽ തിരിച്ചടിക്കുന്നതിന് പകരം നിങ്ങൾ നന്മ കൊണ്ടതിനെ എതിരിടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിപക്ഷത്തെ സ്വന്തം പക്ഷത്ത് നിർത്താൻ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇദ്ഫാ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ, തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് നേരിടുക. ഇദ്ഫാ ബില്ലത്തി ഹിയ അഹ്സൻ എന്നാണ് പറഞ്ഞത്. സയ്യിഅത്തിനെ നിങ്ങൾ ഹസനത്ത് കൊണ്ട് നേരിടണം എന്നല്ല ഇവിടെ പറഞ്ഞത്, ഇവിടെ അഹ്സൻ കൊണ്ട് നേരിടണം എന്നാണ്. ഇദ്ഫാ ബില്ലത്തി ഹിയ അഹ്സൻ, ഒരു തിന്മ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അങ്ങോട്ട് പെരുമാറുക എന്നുള്ളതാണ്. ഇതിനെ വിശദീകരിച്ചപ്പോൾ മഹാനായ ഇമാം ബഗവി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറയുമ്പോൾ അങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാം, ഇങ്ങോട്ട് നല്ല പച്ച തെറി വിളിച്ചു പറയുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അതേപോലെ നമ്മുടെ ശത്രുവിനെ കാണുമ്പോ ആദ്യമായിട്ട് അവനോട് അസ്സലാമു അലൈക്കും എന്നാണ്ട് പറഞ്ഞാൽ അവന്റെ ആ ശത്രു വെക്കാണ്ട് പോകും. അപ്പോ സലാം എന്നുള്ളത്, അഹ്സൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സലാമാണ് എന്നും ഇതിന്റെ തഫ്സീറിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമല്ല. ഇദ്ഫാ ബില്ലത്തി ഹിയ അഹ്സൻ, നിങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കേണ്ടത് ഏറ്റവും നല്ല മാർഗങ്ങൾ, ഏറ്റവും നല്ല സ്വഭാവം വെച്ചുകൊണ്ടായിരിക്കണം എന്ന് ഈ ആയത്തിലൂടെ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു തആല പറയുന്നു സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ, നിങ്ങൾ അല്ലാഹുവിന്റെ പാപമോചനവും അവന്റെ സ്വർഗ്ഗവും ഒരുക്കി വെച്ച് അവൻ നിങ്ങളെ കാത്തിരിക്കുന്നു. ആകാശഭൂമിയോളം വിശാലമായ
അർളുഹസ് സമാവാതു വൽ അർളു, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം, ആ സ്വർഗവും ഒരുക്കി അല്ലാഹു തആല നിങ്ങളെ കാത്തിരിക്കുന്നു. ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ, ഇത് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ളതാണ്. അല്ലദീന, ഏതോ ഭാഗം ഭയപ്പെട്ട് ജീവിക്കുന്നവർ, യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, അവർ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും സമയങ്ങളിൽ അല്ലാഹു നൽകിയത് അവന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ യാതൊരു തരത്തിലുള്ള പിശുക്കും കാണിക്കാത്തവരാണ്. അതുപോലെ തന്നെ വൽ കാളിമീനൽ ഗൈള, അവർ ദേഷ്യം വന്നാൽ അത് ഒതുക്കി നിർത്തുന്നവരാണ്. ദേഷ്യം വന്നാൽ ഒതുക്കി നിർത്തുന്നവർക്ക് അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, ആകാശഭൂമിയേക്കാൾ വിശാലമായ അവന്റെ സ്വർഗവും ഒരുക്കിക്കൊണ്ടവൻ നിങ്ങളെ കാത്തിരിക്കുന്നു. വൽ ആഫീന അനിന്നാസി, ജനങ്ങളുടെ ഉപദ്രവങ്ങൾക്ക് മാപ്പ് നൽകുന്നവർക്കും കൂടിയാണത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ദേഷ്യം വരുമ്പോൾ ഒതുക്കുക, ഇങ്ങോട്ടെന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിച്ചാൽ തന്നെ വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അവർക്ക് മാപ്പ് നൽകുക, അങ്ങനെയുള്ളവർക്കാണ് ഈ സ്വർഗവും അവന്റെ മഗ്ഫിറത്തും ഒക്കെ ഒരുക്കി അല്ലാഹു തആല നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം മെച്ചപ്പെടുത്തൂ എന്നാണ് അർത്ഥം. വസാരിഉ, നിങ്ങൾ വേഗം വരൂ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ വരേണ്ടത്? അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്. പിന്നെയോ ആകാശഭൂമിയേക്കാൾ വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗം വരണം. വേഗം വരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആർക്കാണത് കിട്ടുക? അത് കിട്ടുന്നത് ഒന്ന്, അല്ലാഹു നൽകിയ ധനം ഏതു ഘട്ടങ്ങളിലും അവൻ പറഞ്ഞ മാർഗത്തിൽ വിനിയോഗിക്കാൻ യാതൊരു തരത്തിലുള്ള ലുബ്ധും പിശുക്കും കാണിക്കാത്ത ആളുകൾ. രണ്ടാമത്തെ സ്വഭാവം വൽ കാളിമീനൽ ഗൈള, ദേഷ്യം വന്നാൽ അത് ഒതുക്കുന്ന ആളുകൾക്ക്. അപ്പൊ നിങ്ങൾ ദേഷ്യമൊക്കെ ഒതുക്കിക്കോളി, ദേഷ്യം വന്നാൽ പിടിച്ചു നിർത്തിക്കോളി, എന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങളെ ആളുകൾ എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിച്ചപ്പോ അത് പൊരുത്തപ്പെട്ടു കൊടുത്തോളൂ, എന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ സൽസ്വഭാവികളായി തീർന്നോളൂ എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വളരെ ആവേശപൂർവം നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പറയുകയാണ്. മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും ഒക്കെ സ്വഭാവമാണ് ഈ പറയപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വല്യാഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപരാധം പറഞ്ഞ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചില പ്രതികൂലമായ തീരുമാനങ്ങൾ എടുത്തപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. വല്യാഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ ബീവിയെ കുറിച്ച് അപരാധം പറയുന്നതിൽ പങ്കാളിയായ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ഇനി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സഹായവും നൽകുകയില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരാൻ തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾക്കത് വേണ്ടയോ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വേണ്ടേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് വേണ്ടേ എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാത്രമല്ലത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് ഏറ്റവും വലിയ ഒരു വേദനാജനകമായ ഘട്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം മകളെക്കുറിച്ച്, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയാണ്, അവരേറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്നവരാണ്. മുസ്ലിങ്ങളുടെ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹദിയാണവർ. അവരെ കുറിച്ചാണ് ഇങ്ങനെ ഒരു അപരാധം പറഞ്ഞിട്ടുള്ളത്. ആ അപരാധം പറഞ്ഞപ്പോ ഒരു പിതാവ് എന്ന നിലക്ക് ആ പിതാവിന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടാകും. ഒരുപാട് തരത്തിലുള്ള വേദനയാണ്, കേവലം ഒരു പിതാവല്ല. സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിച്ചാൽ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ആദരവോടുകൂടെ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷമുള്ള ഒന്നാമത്തെ വ്യക്തിയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് ഇവിടെ മാനക്കേടുണ്ടാകുന്നത്.
അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിലേറെ വലിയ മാനക്കേടുണ്ടാവുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകൾ ഇത്തരത്തിലുള്ള ഒരു അപരാധത്തിൽപ്പെട്ടു എന്നതുകൊണ്ട് സമൂഹത്തിൽ എല്ലാ തരത്തിലും മാനക്കേട് അനുഭവിക്കുന്ന ഒരു രംഗത്താണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇനി ഞാൻ മിസ്തഹിന് ഒരു സഹായവും ചെയ്യുകയില്ല എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകാമെന്ന് ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്കത് ഇഷ്ടമില്ലേ? അള്ളാന്റെ മഗ്ഫിറത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ചില്ലറ കാര്യങ്ങൾക്കാണ് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം പുറത്തെടുക്കാറുള്ളത് എന്നതുകൊണ്ട് ഈ ആയത്ത് നമ്മളെ ഏതു രൂപത്തിലാണ് ബാധിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്നെ ഉപദേശിക്കുന്നു, എന്നെ കേൾക്കുന്നവരെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മഹനീയമായ സ്വഭാവത്തിന്റെ വശങ്ങൾ അതാണ്. നാം സമൂഹത്തിൽ, അത് സ്വന്തം ഭാര്യയോടാകട്ടെ, മക്കളോടാകട്ടെ, മാതാപിതാക്കളോടാകട്ടെ, സമൂഹത്തിൽ നാം പ്രവർത്തിക്കുന്ന മറ്റു ഏതു മേഖലകളിലാണോ അവിടെയൊക്കെ ആകട്ടെ നാം പുറത്തെടുക്കേണ്ടത് എന്നാണ് ഈ സംഭവങ്ങളും ഈ ആയത്തുകളും ഈ ഹദീസുകളും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി എന്നെ കേൾക്കുന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഹാഫിൽ ഇബ്നു റജബ് തങ്ങൾ പറയുന്നത്, ഹുസ്നുൽ ഖുലുഖി കലമുൽ ഗൈളി ലില്ലാഹ്, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ദേഷ്യം ഒതുക്കി പിടിക്കുക എന്നുള്ളതാണ്. വഇൽഹാറു ത്വലാഖത്തി വൽ ബിശ്രി ഇല്ലാ ലിൽ മുബ്തദിഇ വൽ ഫാജിരി. വഇൽഹാറു ത്വലാഖത്തി ഹലോ ഹലോ ഞാൻ മൈക്കിലുണ്ടോ? ഉണ്ടല്ലേ, അൽഹംദുലില്ലാഹ്. അപ്പോ മഹാനായ ഹാഫിൽ ഇബ്നു റജബ് തങ്ങൾ പറയുന്നത്, ഹുസ്നുൽ ഖുലുഖി ഖാല ബഅദു അഹ്ലിൽ ഇൽമി, ചില പണ്ഡിത മഹത്തുക്കൾ ഹുസ്നുൽ ഖുലുഖിനെ കുറിച്ച് പറയുന്നത് കൽമുൽ ഗൈളി ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ദേഷ്യം ഒതുക്കി പിടിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം വയൽഹാറു ത്വലാഖത്തി വൽ ബിശ്രി ഇല്ലാ ലിൽ മുബ്തദിഇ വൽ ഫാജിരി, എല്ലാവരോടും മുഖപ്രസന്നത പ്രകടമാക്കുക, എല്ലാവരോടും പുഞ്ചിരിയോടുകൂടെ പെരുമാറുക. ഇല്ലാ ലിൽ മുബ്തദി, മുബ്തദിഇനോടൊഴികെ, മുബ്തദിഇനോടും ഫാജിറിനോടുമല്ലാത്ത മറ്റു സമൂഹത്തിലെ എല്ലാത്തരം ആളുകളോടും ത്വലാഖത്തുൽ വജ്ഹോടുകൂടി, മുഖപ്രസന്നതയോടുകൂടി, പുഞ്ചിരിയോടുകൂടി അവരെ സമീപിക്കുക, അവരോട് സംസാരിക്കുക, അവരോട് പെരുമാറുക എന്നുള്ളതാണ് ഹുസ്നുൽ ഖുലുഖ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചില പണ്ഡിത മഹത്തുക്കൾ പറഞ്ഞതായി ഹാഫിൽ ഇബ്നു റജബ് തങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അപ്പോ മുബ്തദിഇനോടും ഫാജിറിനോടും, തെമ്മാടിയോടും, ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി അത് ദീനാണെന്ന് പ്രചരിപ്പിക്കുന്നവരോടും ഇങ്ങനെ ചെയ്യേണ്ടതില്ല. അവരോടൽപ്പം കാർക്കശ്യത്തോടു കൂടി തന്നെ നിൽക്കണം. കാരണം അവർ അള്ളാഹുവിന്റെ ദീനിനെ വികലമാക്കുന്നവരും ദീനിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമാണ് എന്നതുകൊണ്ട് അവരോട് ഇങ്ങനെ തലാഖത്തുൽ വജ്ഹോടുകൂടി, മുഖപ്രസന്നതയോടുകൂടി, പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കേണ്ടതില്ല. അല്ലാത്ത എല്ലാവരോടും, സമൂഹത്തിലെ മുസ്ലിം കാഫിർ എന്ന് വ്യത്യാസമൊന്നുമില്ലാതെ അവരോടൊക്കെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി പെരുമാറുക. അതുപോലെ തന്നെ വൽ അഫു വകൽമുൽ ഗൈളി, ദേഷ്യം ഒതുക്കുക എന്നുള്ളതുമാണ്. വൽ അഫു അനിസ്സാലീന, പതർച്ച സംഭവിക്കുന്നവരോട്, തെറ്റുകൾ സംഭവിക്കുന്നവരോട്, അവരോട് കാർക്കശ്യത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടുകൂടെ പെരുമാറുന്നതിന് പകരം അവർക്ക് മാപ്പ് നൽകിക്കൊണ്ട്
അവരോടും നല്ല സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് സൽസ്വഭാവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇല്ലാ തഅദീബൻ ഔ ഇഖാമത ഹദ്ദിൻ. എന്നാൽ ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ അയാളെ അദബ് പഠിപ്പിക്കാൻ വേണ്ടി അയാളോട് കാർക്കശ്യം സ്വീകരിക്കുകയാണെങ്കിൽ, അദബ് പഠിപ്പിക്കുന്നയാൾ എല്ലാവരുമല്ല, ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു എന്നറിയുമ്പോൾ അദബ് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഉസ്താദുമാർക്ക്, മശായിഖന്മാർക്ക് അവരോട് കാർക്കശ്യ സ്വഭാവം സ്വീകരിക്കാവുന്നതാണ്. അല്ലാത്ത രീതിയിൽ എല്ലാം അവരോട്, നല്ലൊരു തെറ്റു ചെയ്യുന്നവരോട് പോലും നല്ല സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഔ ഇഖാമത ഹദ്ദിൻ, അല്ലെങ്കിൽ ഒരു ഹദ്ദ് നടപ്പാക്കുകയാണ്, എന്നാൽ അവിടെ അവരോട് യാതൊരു തരത്തിലുള്ള ഇളവും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. വലാ തൗഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാ എന്ന് വ്യഭിചാരത്തിന്റെ ഹദ്ദ് നടപ്പാക്കുന്ന കാര്യം അറിയിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും. വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും എറിഞ്ഞുകൊല്ലണമെന്ന് പറയുമ്പോൾ വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാ, അല്ലാഹുവിന്റെ ദീനിന്റെ ഹദ്ദ് നടപ്പാക്കുന്ന കാര്യത്തിൽ അവരോട് യാതൊരു ദയാദാക്ഷിണ്യവും നിങ്ങൾക്ക് പിടികൂടാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. വൽ അഫു വനസ്സാലീന, തെറ്റു സംഭവിക്കുന്നവർക്ക് മാപ്പ് നൽകുക എന്നുള്ളതുമാണ് സൽസ്വഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലാ തഅദീബൻ, അദബ് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ലാതെ. അപ്പൊ അദബ് പഠിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അവരോട് ചില കാർക്കശ്യമായ നിലപാട് സ്വീകരിക്കാം. അതുപോലെ തന്നെ ഹദ്ദ് നടപ്പാക്കുന്ന സമയത്തും അവരോട് മൃദുലത കാണിക്കാൻ പാടില്ല. അവരോട് യാതൊരു തരത്തിലുള്ള ഇളവും അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അതോടൊപ്പം വഖഫുല്ലദാൻ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനോടും അവന് യാതൊരു ഉപദ്രവവും ഏൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതുമാണ്. ഔ മുആഹദിൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് കരാറിൽ കഴിയുന്ന മറ്റു വിശ്വാസികളായ ആളുകളോടും മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവരോട് നല്ല രീതിയിൽ വർത്തിച്ചോളാമെന്ന രൂപത്തിലുള്ള കരാറുമായി കഴിയുന്ന ഇതര വിശ്വാസികളോടും വളരെ നല്ല രീതിയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഏൽപ്പിക്കാതെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. ഇല്ലാ തഗ്യീറ മുൻകരിൻ, ഒരു തിന്മയെ തടുക്കുക എന്ന ഉദ്ദേശത്തോടെയല്ലാതെ. അപ്പോൾ ഒരു തിന്മ കാണുമ്പോ ഇദാ റആ മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി എന്നുണ്ട്. ഒരാൾ ഒരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ, സമൂഹത്തിൽ ഒരു തിന്മ കാണുമ്പോൾ അതിനെ തടുക്കണം, അതിനെ തടയണം, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുണ്ട് സാധിക്കുന്ന രൂപത്തിലൊക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കാർക്കശ്യമായ നിലപാടുകളൊക്കെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം വളരെ മൃദുലമായ സ്വഭാവം, നൈർമല്യമുള്ള സ്വഭാവമാണ് സമൂഹത്തിൽ എപ്പോഴും പ്രകടമാക്കേണ്ടത്. അതാണ് സൽസ്വഭാവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മഹാനായ ഇമാം ഷഅബി തങ്ങളോട് എന്താണ് ഹുസ്നുൽ ഖുലുഖ് എന്നതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ മഹാനവറുകൾ പറഞ്ഞത് അൽ ബദ്ലത്തു വൽ അത്യ്യ വൽ ബിശ്റുൽ ഹസൻ എന്നാണ്. മറ്റുള്ളവർക്ക് നന്മ പകർന്നു നൽകുകയും എപ്പോഴും ദാനനിരതനായിരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ പുഞ്ചിരിയോടുകൂടെ ആളുകളെ അഭിമുഖീകരിക്കുക എന്നുള്ളതുമാണ് സൽസ്വഭാവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യംബഗി ഫീമൻ തുഅ്സറു സുഹ്ബത്തുഹു ഖംസു ഖിസാലിൻ, ഒരാൾ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുമ്പോൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്ന്, അയാൾ സൽസ്വഭാവിയായിരിക്കണം. പ്രവാസികളായ ആ സുഹൃത്തുക്കളൊക്കെ പ്രത്യേകിച്ച് കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് 100% ജീവിതത്തിന്റെ വിജയത്തിന് ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സൽസ്വഭാവിയായിരിക്കണം. കള്ളുകുടിക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ കുടിക്കണമെന്നില്ലെങ്കിലും കൂടിയാൽ അത് നമുക്കൊരു ആ തെറ്റ് ഒരു ചെറുതായി തോന്നുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. അത് അള്ളാഹുവിനോടുള്ള ഒരു ധിക്കാരത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ ഒരു കൽപ്പന
അതിന് എതിരായി നടക്കുന്ന ഒരാളുടെ കൂടെ നമ്മളിങ്ങനെ സ്നേഹത്തോടെ കഴിയുക, അവനെ കൂട്ടുകാരനാക്കി സ്വീകരിക്കുക എന്നുള്ളത് ആ തെറ്റിനെ ലഘൂകരിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ കുടിക്കണമെന്നില്ല, കള്ളുടിക്കണവന്റെ കൂടെ നമ്മൾ കിടക്കുന്നുണ്ട്, അവന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കള്ളൊന്നും കുടിക്കൂല, എന്നാലും നമ്മൾ അവന്റെ കള്ളുകുടിയെ അംഗീകരിക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടരുത്. അതുപോലെ തന്നെ ഗൈറ ഫാസിഖിൻ, ഫാസിഖല്ലാത്ത ആളായിരിക്കണം. ദോഷങ്ങളിൽ നിരതനായ ആളെ കൂട്ടുകാരനാക്കാൻ പറ്റില്ല. കള്ളുകുടിയാവട്ടെ, മറ്റു ഏതു ദോഷങ്ങളിൽ ഏർപ്പെടുന്നയാളാകട്ടെ, കച്ചവടത്തിൽ വഞ്ചന ചെയ്യുന്നവന്റെ കൂടെ കൂട്ടുകൂടാൻ പറ്റില്ല. എപ്പോഴും ആളുകളെ തെറി വിളിക്കുന്ന, മോശമായ വാക്കുകൾ മാത്രം പറയുന്ന ആളുടെ കൂടെ കൂട്ടുകൂടാൻ പറ്റില്ല, അവനെ കൂട്ടുകാരനാക്കാൻ പറ്റില്ല. നമ്മളങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അവന്റെ ആ സ്വഭാവം അത് നമുക്കൊരു പ്രശ്നമല്ലാത്ത ഒരു നിലയിലേക്ക് നമ്മളെ അത് കൊണ്ടുപോകും. അതിനർത്ഥം നമ്മൾ ആ തെറ്റിനെ ലഘൂകരിച്ചു കാണുന്നു എന്നുള്ളതാണ്. വലാ മുബത്തദീനെയും കൂട്ടുകാരനാക്കാൻ പറ്റൂല. മുബത്തദിയായ ഒരാളെ കൂട്ടുകാരനാക്കിയാൽ അവന്റെ ബിദ്അത്തിനെ നമ്മൾ ലഘൂകരിച്ച് കാണുന്നതിന് തുല്യമാണ്. അവന്റെ ബിദ്അത്തിനെ നമ്മൾ ചെറുതായി കാണുകയാണ്. അത് അള്ളാഹുവിന്റെ ദീനിന്റെ എതിരായ ഒരു കാര്യത്തെ നമ്മൾ ലഘൂകരിക്കലാണ്. അവിടെയും അള്ളാഹുവിന്റെ മതത്തിനെതിരായ ഒരു ഭാഗം നമ്മളിൽ നിന്നുണ്ടാകുന്നു, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അപ്പം മുബത്തദിനെ കൂട്ടുകാരനാക്കാൻ പറ്റില്ല. ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്ന ആളുകൾ, അവരൊക്കെ മുബത്തദിയങ്ങളാണ്. ദീനിൽ തെളിവില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്ന ആളുകൾ, അതെന്ത് കാര്യമാകട്ടെ, അവരൊക്കെ മുബത്തദിയങ്ങളാണ്. ആ മുബത്തദിയങ്ങളെ കൂട്ടുകാരാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വലാ ഹരീസുൻ അല ദുനിയാ, ദുന്യാവിന്റെ ആർത്തിയുള്ള ആളുകൾ, ദുന്യാവിനെ വല്ലാതെ പ്രേമിക്കുന്നവർ, അവരെയും കൂട്ടുകാരനാക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതൊരു വിലയുമില്ല എന്ന് പറഞ്ഞു തന്ന ദുന്യാവിനെ അത് നെഞ്ചോട് ചേർത്ത് നടക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മളും ആ ദുന്യാവിന്റെ ആളുകളായി തീരും. ഏറ്റവും ചുരുങ്ങിയത് നേരത്തെ പറഞ്ഞതുപോലെ ദുന്യാവിനെ മാറോടണക്കുക എന്ന സ്വഭാവം അത് അള്ളാഹു അംഗീകരിക്കാത്തതാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാത്തതാണ്, അള്ളാഹുവിന്റെ മതം അംഗീകരിക്കാത്തതാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളെ നമ്മൾ കൂട്ടുകാരനാക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ അവന്റെ ആ ദീനിന് വിരുദ്ധമായ പ്രവർത്തനത്തെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ ചെറുതായി കാണുകയോ ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1, അവൻ ബുദ്ധിയുള്ളവനായിരിക്കണം. 2, സൽസ്വഭാവിയായിരിക്കണം. 3, ദോഷങ്ങളിൽ നിരതനാകുന്നയാളാകാൻ പാടില്ല. 4, മുബത്തദി ആകാൻ പാടില്ല. 5, ദുന്യാവിനോട് വല്ലാതെ ആർത്തിയുള്ളവനും ആകാൻ പാടില്ല. ഈ 5 കാര്യങ്ങൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്ന ഒരു കവിത, ഇത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് എന്ന അഭിപ്രായമുണ്ട്. ഇദാ മാ സഹിബത്തൽ ഖൗമ ഫസ്ഹബ് ഖിയാറഹും വലാ തസ്ഹബിൽ അർദ ഫതർദാ മർദി അനിൽ മർഇ ലാ തസ്അൽ വസല്ലൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. നീ ജനങ്ങളോട് സഹവസിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലവരോട് സഹവസിക്കുക, അധമന്മാരോട് നീ സഹവസിക്കരുത്. അങ്ങനെ നീ അവരോട് സഹകരിച്ചാൽ നീയും അധമന്മാരിൽ പെട്ടുപോകുന്നതാണ്. ഒരു മനുഷ്യനെക്കുറിച്ച് നീ ചോദിക്കുമ്പോ ഒരാളെക്കുറിച്ച് നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവനോട് തന്നെ ചോദിക്കണമെന്നില്ല, അവന്റെ കൂട്ടുകാരനെ കുറിച്ച് നീ ചോദിച്ചാൽ മതി. നിങ്ങളെ മകൾക്ക്, നിങ്ങളുടെ പെങ്ങൾക്ക് കല്യാണം ആലോചിച്ചു വരുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് പഠിക്കണമെന്നില്ല, അയാളെ കൂട്ടുകാരാരാന്ന് നോക്കിയാൽ മതി. അനിൽ മർഇ ലാ തസ്അൽ വസല്ലൻ ഖരീനിഹി. നിങ്ങളൊരു മനുഷ്യനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഓനെക്കുറിച്ച് ചോദിക്കണ്ട,
ഓന്റെ ഒപ്പുള്ളവരാരൊക്കെയാണ്, ഓന്റെ സഹവാസം ആരോടൊക്കെയാണ് എന്ന് നോക്കിയാൽ മതി. അവരുടെ സ്വഭാവം ഇവനിലും ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പ്രയാസമുണ്ടാകില്ല. അനിൽ മർഇ ലാ തസ്അൽ വസല്ലൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. വളരെ വിലപ്പെട്ട നിർദ്ദേശമാണ് ആ കവിതയിലുള്ളത്. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, മആലിൽ അഖ്ലാഖിൽ മുഅ്മിനി ഖുവ്വത്തുൻ ഫീ ലീനിൻ വഹസ്മുൻ ഫീ ദീനിൻ വഈമാനുൻ ഫീ യഖീനിൻ വഹിർസുൻ അലൽ ഇൽമി വഇഖ്തിസാദുൻ ഫിൻ നഫഖ വബദ്ലുൻ ഫിസ് സഅതി വഖനാഅത്തുൻ ഫിൽ ഫാഖ വറഹ്മത്തുൻ ലിൽ മജ്ഹൂദ് വഇഅതാഉൻ ഫീ കറമിൻ വബിർജിൻ ഫീ ഇസ്തിഖാമ. സമയം ഒരുപാടായി. ഏതാനും ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടങ്ങാൻ ഒരുപാട് വൈകിയിട്ടുണ്ട്, ബൈലക്സിന്റെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം. ഹസൻ ബസരി തങ്ങൾ പറയുന്നത്, സത്യവിശ്വാസിയുടെ ഉന്നതമായ സ്വഭാവങ്ങളെന്ന് പറയുന്നത് അവന്റെ സ്വഭാവം ഏറ്റവും നൈർമല്യത്തിൽ ശക്തിയുള്ളതായിരിക്കണം, ദീനിൽ ദൃഢതയുള്ളതായിരിക്കും, ദീനിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. വഈമാനും ഫീ യഖീനിൻ, അവന്റെ ഈമാൻ എന്ന് പറയുന്നത് അത് 100% ഉറപ്പുള്ളതായിരിക്കണം, ദൃഢതയുള്ളതായിരിക്കണം. വഹിർസുൻ അലൽ ഇൽമി, അറിവ് സമ്പാദിക്കുന്നതിൽ വലിയ അത്യാഗ്രഹമുണ്ടായിരിക്കണം. വയഖ്തിസാദുൻ ഫിൻ നഫഖ, ചെലവഴിക്കുന്നത് വളരെ മധ്യമായ നിലപാട് സ്വീകരിക്കുന്ന സ്വഭാവമുണ്ടായിരിക്കണം. വാരിക്കോരി ചെലവഴിക്കുക എന്നുള്ളതല്ല, തീരെ ചെലവഴിക്കാതിരിക്കുക എന്നുള്ളതും അല്ല. ആവശ്യത്തിന് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള രൂപത്തിൽ ചെലവഴിക്കുക. അതാണ് ഇഖ്തിസാദു ഫിൻ നഫഖ എന്ന് പറഞ്ഞാൽ, കരുതലോടുകൂടി ചെലവഴിക്കുക. വബദ്ലുൻ ഫിസ് സഅതി വഖനാഅത്തുൻ ഫിൽ ഫാഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത തരുന്ന സമയങ്ങളിൽ, കൂടുതൽ നിഅമത്തുണ്ടാകുമ്പോൾ അത് കൂടുതലായി നൽകുന്ന സ്വഭാവമുണ്ടാവുക. ഇല്ലായ്മയുടെ സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തനായി ജീവിക്കുക. വറഹ്മത്തുൽ ലിൽ മജ്ഹൂദി, പ്രയാസം അനുഭവിക്കുന്നവനോട് കാരുണ്യത്തോടെ പെരുമാറുക. വയഅതാഉൻ ഫീ കറമിൻ വബിർ ഫീ ഇസ്തിഖാമ, അള്ളാഹുവിന്റെ മതത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചു ജീവിക്കുന്ന കാര്യത്തിൽ മാന്യത പുലർത്തുക എന്നിങ്ങനെ ഈ വിലപ്പെട്ട സ്വഭാവങ്ങളൊക്കെയാണ് ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്. ഇതൊക്കെയാണ് ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെ ഭാഗങ്ങൾ എന്ന് മഹാനായ താബിഈകളുടെ നേതാവെന്നറിയപ്പെടുന്ന മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അപ്പോ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെയും അവന്റെ ഇഷ്ടദാസന്മാരുടെയും ഒക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക്, അതുമല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവൻ ഏത് തരത്തിലാണ് മറ്റുള്ളവരോട് വർത്തിക്കേണ്ടത്, ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതൊക്കെ നമുക്ക് ഈ പറയപ്പെട്ടതിൽ നിന്ന് വളരെ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മഹാനായ മൂസ അലൈഹിസ്സലാം ഫിർഔനിനോട് സംസാരിക്കുന്ന ശൈലി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔനിന്റെ അടുക്കലേക്ക് പോകാൻ പറയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഫിർഔനിന്റെ അടുക്കലേക്ക് പോകുന്നു. ആ കാലത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും പോലെ ഉത്തമരായ മനുഷ്യർ വേറെയില്ല. കാരണം സമൂഹത്തിലെ പ്രവാചകരാണവർ. ഫിർഔനിനോളം അധമനായ വൃത്തികെട്ട മനുഷ്യനും ഭൂമിയിലില്ല. അന്ന് ജീവിക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ട ധിക്കാരിയായ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഏറ്റവും ശ്രേഷ്ഠരായ 2 മനുഷ്യന്മാരെ വിടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിർദ്ദേശം നോക്കൂ. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ.
ഹല്ലക ഇലാ അൻ തസക്ക, നിങ്ങൾ എന്താണ് ഒന്ന് ചിന്തിക്കാത്തത്, നിങ്ങൾ എന്താണ് ഒന്ന് നന്നാകാത്തത്, നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒന്ന് അടുത്തു വരാത്തത് എന്ന വളരെ ലാളിത്യത്തോടുകൂടെയുള്ള സംസാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനോട് പോലും സംസാരിക്കാൻ മൂസാ നബി അലൈഹിസ്സലാമിന് നിർദ്ദേശം നൽകുന്നത്. അതുപോലെ തന്നെ സൂറത്തു ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഫിർഔനിനോട് വളരെ മൃദുലമായ വളരെ നൈർമല്യമുള്ള സ്വഭാവത്തോടുകൂടെ സംസാരിക്കുക, നല്ല വാക്കുകൾ, കേട്ടാൽ ആകർഷണീയമായ വാക്കുകൾ പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുക. ലഅല്ലഹു യതദക്കറു വയഖ്ഷ, അയാൾ ചിന്തിക്കുക, അല്ലാഹുവിനെ പേടിക്കുക ചെയ്താലോ. അതുകൊണ്ട് അള്ളാഹുവിനറിയാം ഫിർഔൻ നന്നാകാൻ പോണില്ലാന്ന്, അള്ളാഹുവിന്റെ മുൻ തീരുമാനത്തിലുണ്ട് ഫിർഔൻ അങ്ങനെ തന്നെ ചത്തുപോകാനുള്ളതാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മുഴുവനും ധിക്കരിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവനും അടയാളമായി മാറ്റാനുള്ള ഒരു വ്യക്തിയാണ് ഫിർഔൻ എന്നറിയുന്ന അള്ളാഹു തആല തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും പറയുന്നത് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വളരെ മൃദുലമായ രീതിയിൽ നിങ്ങൾ നൈർമല്യത്തോടു കൂടെയുള്ള സ്വഭാവമേ ഫിർഔനിനോട് സ്വീകരിക്കാവൂ, നല്ല രീതിയിലുള്ള വാക്കുകൾ പറയുക. ലഅല്ലഹു യതദക്കറു, അയാളൊന്ന് ചിന്തിച്ചാലോ, ഔ യഖ്ഷ, അല്ലെങ്കിൽ അള്ളാഹിനെ പേടിച്ചാലോ. ഇത് രണ്ടും ഉണ്ടാവൂല എന്ന് അള്ളാഹ്ക്കറിയാം. എന്നിട്ടും അല്ലാഹു തആല പറയാണ് നന്നായെങ്കിലോ. മൂസാ നബി അലൈഹിസ്സലാമിന് പ്രതീക്ഷ കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ കടുത്ത ശത്രുവിനോട് സ്വീകരിക്കേണ്ട നിലപാടും എങ്ങനെയായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽസ്വഭാവത്തിന്റെ മഹിമ ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുയായികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ അഫ്ളലു മാ ഊതിയൽ മർഉൽ മുസ്ലിമു, ഒരു മുസ്ലിമായ മനുഷ്യന് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യം എന്താണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖുലുഖുൽ ഹസൻ, ഒരാൾ സൽസ്വഭാവിയായി തീരുക എന്നുള്ളതാണ്. സൽസ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും മഹനീയമായ സ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഉത്കൃഷ്ടനാക്കാൻ തീരുമാനിച്ചാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വഭാവം നൽകുക എന്നുള്ളതായിരിക്കും അതിന്റെ അനന്തരഫലം. മാത്രമല്ല, പകൽ മുഴുവനും നോമ്പ് നോൽക്കുകയും രാത്രികാലങ്ങളിൽ മുഴുവനും നിസ്കരിക്കുകയും ചെയ്യുന്നവന്റെ പ്രതിഫലം സൽസ്വഭാവം കൊണ്ട് നേടിയെടുക്കാമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത്തസ് സ്വാഇമൽ ഖായിം, രാത്രികാലങ്ങളിൽ അല്ലാഹുവിന് നിരന്തരമായി നിസ്കാരത്തിലും മറ്റു ഇബാദത്തിലും ഏർപ്പെടുകയും പകൽ മുഴുവനും വ്രതനിരതനാവുകയും ചെയ്യുന്നവന്റെ പുണ്യവും പ്രതിഫലവും പ്രാധാന്യവും ശ്രേഷ്ഠതയും സ്ഥാനവും മാനവും അള്ളാഹുവിന്റെ അടുക്കൽ സൽസ്വഭാവിക്കുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, മഹ്ശറയിലും അന്ത്യനാളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നവരും സൽസ്വഭാവമുള്ളവർ മാത്രമാണ് എന്നവിടുന്ന് പഠിപ്പിച്ചു. അലാ ഉഹിബ്ബുക്കും ബി അഹബ്ബിക്കും ഇലയ്യ, അലാ ഉഖ്ബിറുക്കും ബി അഹബ്ബിക്കും ഇലല്ലാഹി വ ഖുറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ. ഖാലൂ ബല. ഖാല അഹാസിനുക്കും അഹ്സനുക്കും ഖുലുഖാ. അവിടുന്ന് ചോദിച്ചു, അള്ളാഹുവിന് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരോടാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അന്ത്യനാളിൽ എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചേർന്ന് തൊട്ടുരുമ്മിയിരിക്കാൻ സാധിക്കുന്നവൻ ആരാണെന്ന് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബല, അതേ പ്രവാചകരെ, പറഞ്ഞു തരൂ. ഖാല, തങ്ങൾ പറഞ്ഞു, അഹ്സനുക്കും ഖുലുഖാ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമക്കാണ്. നിങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നോട് അന്ത്യനാളിൽ തൊട്ടുരുമ്മിയിരിക്കാൻ സാധിക്കുന്നവനും അവൻ തന്നെയായിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായി കാണാൻ സാധിക്കുന്നു. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബസ്സാർ,
അതുപോലെ തന്നെ ഇബ്നുൽ ജൗസി എന്നുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. എന്താണ് സംഭവം? ഒരു കാട്ടറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അദ്ദേഹത്തിന് ചില സഹായങ്ങൾ ആവശ്യപ്പെടുകയാണ്. അന്ന അറാബിയൻ ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഈനുഹു ഫീ ഷൈഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു അറാബി വന്നിട്ട് അദ്ദേഹത്തിന് ചില സഹായങ്ങൾ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന മറ്റൊരു കുടുംബത്തോട് അദ്ദേഹത്തിന് ശത്രുതയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് അവരിൽ ഒരാളെ കൊന്നതിനു പകരം ബ്ലഡ് മണി നൽകുന്നതിന് വേണ്ടി ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു വിഹിതം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു സഹാബത്തിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിധത്തിൽ ബൈത്തുൽ മാലിൽ നിന്ന് അദ്ദേഹത്തിന് സഹായം അനുവദിക്കപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് ചോദിച്ചു, അഹ്സൻതു ഇലൈക, ഞാൻ നിനക്ക് നന്മ ചെയ്തോ? ഞാൻ നിന്നോട് നല്ല രീതിയിൽ പെരുമാറിയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോ ഖാലൽ അറാബി, എന്താ അറാബി പറഞ്ഞത്? ലാ വലാ അജ്മൽത, നീ ഇഹ്സാൻ ചെയ്തില്ല എന്ന് മാത്രല്ല എന്നോടൊന്നും മര്യാദക്ക് പെരുമാറിയത് പോലുമില്ല എന്ന്, ഒരു ഭംഗിയിൽ എന്നോട് വർത്തിച്ചതുപോലുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയാണ് ആ അറാബി ചെയ്തത്. അദ്ദേഹം സഹായം ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് സഹായം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സഹായം കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹായവും വാങ്ങി വരുന്ന അയാളോട് ചോദിക്കാണ്, അഹ്സൻതു ഇലൈക, ഞാൻ നിനക്ക് ഇഹ്സാൻ ചെയ്തോ? ഞാൻ നിനക്ക് ഗുണം ചെയ്തോ? അയാൾ പറഞ്ഞു, ലാ, നീ ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല, വലാ അജ്മൽത, എന്നോടൊന്ന് ഭംഗിയായി പെരുമാറിയതുപോലുമില്ല. ഫഗളിബ ബഅ്ദുൽ മുസ്ലിമീന, സഹാബത്തിൽ പലരും ആ അറാബിയുടെ സംസാരം കേട്ട് ദേഷ്യപ്പെട്ടു. അയാളോട് അതിന് പകരം വീട്ടാൻ വേണ്ടി പലരും രംഗത്ത് വന്നപ്പോൾ വഹമ്മു അൻ യഖൂമു ഇലൈഹി, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ പാരുഷ്യത്തോടുകൂടെയുള്ള അദ്ദേഹത്തിന്റെ സമീപനം കണ്ടിട്ട് സഹിക്കവയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരരായ അനുയായികളിൽ പലരും അദ്ദേഹത്തോട് അതിന് പകരം ചോദിക്കാൻ നിന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അൻകുഫു, നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കി, അയാളൊന്നും ചെയ്യണ്ട. ഫലമ്മാ ഖാമ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബലഗ ഇലാ മൻസിലിഹി ദഅൽ അറാബിയ, എന്നിട്ട് നബി നേരെ വീട്ടിലേക്ക് പോയി അറാബിയെ വിളിച്ചു, വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് സഹായം ആവശ്യപ്പെട്ടു, ഉള്ളതിനനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഇവിടെ എല്ലാവരും കേട്ടല്ലോ, ആ രൂപത്തിലാണ് നിങ്ങളുടെ സംസാരം ഉണ്ടായത്. അത് കേട്ടിട്ട് ഇവിടെ സഹാബികളിൽ പലർക്കും സഹിക്കാൻ പറ്റിയിട്ടില്ല. അവരിൽ പലർക്കും വലിയ മുറുമുറുപ്പുണ്ടായിട്ടുണ്ട്. അവർ നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ തടഞ്ഞതാണ്, നിങ്ങൾ കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് വീണ്ടും തന്റെ അടുക്കലുള്ളതിൽ നിന്നൊരു വിഹിതം നൽകിയതിനു ശേഷം അയാളോട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ നിനക്ക് ഇഹ്സാൻ ചെയ്തോ? ഞാൻ നിങ്ങൾക്ക് നന്മ പ്രവർത്തിച്ചോ നിങ്ങളോട്? അപ്പൊ അയാൾ പറഞ്ഞു, നഅം, ഇപ്പോൾ നിങ്ങൾ എന്നോട് നന്മ പ്രവർത്തിച്ചു. ഫജസാക്കല്ലാഹു മിൻ അഹ്ലിൻ വഅശീരിൻ ഖൈറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആ അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നന്ദി വാക്ക് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ വന്ന് നേരത്തെ അങ്ങനെയൊക്കെ സംസാരിച്ചതിന്റെ പേരിൽ സഹാബികളിൽ പലരും വലിയ ദേഷ്യത്തിലാണ്. ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്നോട് ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങളോട് ഞാൻ ഇഹ്സാൻ ചെയ്തു,
ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്തു തന്നു എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, അത് നിങ്ങൾ അവരുടെ ഇടയിലൊന്ന് വന്നിട്ട് പറഞ്ഞാളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അഅറാബിയോട് പറഞ്ഞപ്പോ അഅറാബി സമ്മതിച്ചു, ഞാൻ അവരുടെ മുമ്പിൽ വന്ന് പറയാമെന്നേറ്റു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അഅറാബിയെയും പിടിച്ച് തന്റെ വീട്ടിൽ നിന്ന് സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ലയോ സഹാബ, ഈ അഅറാബി നേരത്തെ വന്നിട്ട് സഹായം ചോദിക്കുകയും നമ്മൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ചില അതൃപ്തി പ്രകടിപ്പിക്കുകയും ചില കാര്യങ്ങൾ ഇവിടെ പറയുകയും ചെയ്തു. നിങ്ങളെല്ലാവരും കേട്ടതാണ്. നിങ്ങൾക്കത് ഇഷ്ടമായിട്ടില്ല, അസഹ്യമായിട്ടുണ്ട് എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. അദ്ദേഹം തൃപ്തനാണ്, അദ്ദേഹം സന്തുഷ്ടനാണ്, നാം അദ്ദേഹത്തോട് നന്മ ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയും എന്നിട്ട് ആ അറാബിയോട് അങ്ങനെ തന്നെ അല്ലേ സഹോദര എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയും ആ അറാബി അതെ, നിങ്ങൾ എന്നോട് നന്മ ചെയ്തിരിക്കുന്നു, അല്ലാഹു തആല നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രതികരിക്കുകയും ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ പറഞ്ഞേക്കുകയും എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ തെറ്റ് ഏറ്റുപറയുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. തെറ്റ് ഏറ്റുപറയുമ്പോ മുഴുവനും അയാൾ തന്നെ അങ്ങോട്ട് എ മുതൽ സെഡ് വരെ പറയണം എന്ന് ക്ഷണിക്കേണ്ടതില്ല എന്നും കൂടെ ഇവിടെ ഇതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു കുറ്റം ഏറ്റുപറയുമ്പോ അല്ലെങ്കിൽ ഒരു മാപ്പ് പറയുമ്പോ അതിന്റെ ഞാന് ഇയാളോട് നേരത്തെ അങ്ങനെ ചെയ്തത് എന്റെ ഭാഗത്തു നിന്ന് തെറ്റായിപ്പോയി, ഞാനതിന് പരസ്യമായി മാപ്പ് ചോദിക്കുന്നു എന്ന് തന്നെ പറയണമെന്ന് ക്ഷണിക്കേണ്ടതില്ല. കാരണം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ പറയേണ്ടത് നബി കണ്ട് പറയാണ്, നേരത്തെ നിങ്ങൾ പറഞ്ഞതിൽ സഹാബത്തിന് അതൃപ്തി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ തൃപ്തനാണല്ലോ അല്ലേ എന്ന് റസൂൽ അയാളോട് ചോദിക്കുമ്പോ അയാൾ അതെ എന്ന് മൂളുകയും ജസാക്കല്ലാഹു ഖൈറൻ എന്ന് നന്മ നിറഞ്ഞ പ്രാർത്ഥന നടത്തുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ അയാളെ കൊണ്ട് തന്നെ എന്നാൽ പറയൂ, നേരത്തെ ഞാൻ നിങ്ങളോട് സഹായം തേടിയപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചു, പക്ഷേ അതിലെനിക്ക് അതൃപ്തി തോന്നി, ഞാൻ ചില വാക്കുകളൊക്കെ നിങ്ങളോട് പറഞ്ഞു, അത് എന്റെ ഭാഗത്തുനിന്നുള്ള തെറ്റാണ്, അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊന്നും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചില്ല. പിന്നെ അയാൾ പറയേണ്ട വേർഡ്സ്, അയാൾ പറയേണ്ട വാക്കുകൾ നബി അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ അല്ലേ എന്ന് അയാളോട് ചോദിക്കുകയാണ്. കാരണം ഇങ്ങനെ എ മുതൽ സെഡ് വരെ പറയുമ്പോ അതിനൊക്കെ ചിലപ്പോ അയാൾക്ക് മുഴുവൻ അയാളെ മനസ്സ് സമ്മതിച്ചോളണമെന്നില്ല. അതുകൊണ്ട് അയാളെ പരമാവധി നന്മയോടടുപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാൾ പറയേണ്ട പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അയാൾ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്ത ശേഷം സഹാബത്തിനോട് പറയുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മസലി വ മസല ഹാദൽ അറാബി, എന്റെയും ഈ അറാബിയുടെയും ഉദാഹരണം എങ്ങനെയെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ, അയാൾക്കൊരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകം ആ ഒട്ടകത്തിന് കുറുമ്പ് കാട്ടി ആ ഒട്ടകം ഓടാൻ തുടങ്ങി. അയാളാണെങ്കിലോ ആ ഒട്ടകത്തിന്റെ പുറത്ത് തന്റെ സാധനങ്ങളൊക്കെ എടുത്തുവെച്ച് യാത്ര പോകാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ഒട്ടകം സമ്മതിക്കുന്നില്ല. ഒട്ടകം കുറുമ്പ് കാണിക്കുകയാണ്. ആ ഒട്ടകം ഓടാൻ തുടങ്ങി. അപ്പൊ നാട്ടിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഒട്ടകത്തിന്റെ പിന്നാലെ കൂടി ആ ഒട്ടകത്തെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആളുകളെ കാണുമ്പോൾ ഒട്ടകം കൂടുതൽ ഓടുകയല്ലാതെ അതൊരിക്കലും പിടികൊടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഒട്ടകത്തിന്റെ മുതലാളി, ഒട്ടകത്തിന്റെ ഉടമ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ആ ഒട്ടകത്തിന്റെ പിന്നാലെ ഓടാതെ ഞാൻ അതിനെ പിടിച്ചോളാം, നിങ്ങളൊന്ന് വിട്ടുനിൽക്കൂ, നിങ്ങളെയൊക്കെ കാണുമ്പോ ആ ഒട്ടകം കൂടുതൽ ഓടുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ വിട്ടുനിൽക്കൂ, ഒട്ടകത്തെ ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞ് ആളുകളെ മാറ്റി നിർത്തുകയും പിന്നീട് അദ്ദേഹം സാവകാശത്തോടുകൂടി ആ ഒട്ടകത്തെ സമീപിക്കുകയും അങ്ങനെ ആ ഒട്ടകത്തെ പിടിച്ച് തന്റെ ചരക്കുകളെല്ലാം ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിവെച്ച് ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറി അദ്ദേഹം സുഗമമായി യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഈ അറാബിയുടെയും എന്റെയും ഉദാഹരണം അങ്ങനെയാണ്. അദ്ദേഹം നേരത്തെ
അസഹ്യത പ്രകടിപ്പിക്കുകയും അനിഷ്ടം പ്രകടിപ്പിക്കുകയും നമ്മൾ കൊടുത്തതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുകയും എന്നോട് ചില അനിഷ്ടകരമായ വാക്കുകൾ സംസാരിക്കുകയും ചെയ്തപ്പോ ഞാൻ അതേ രൂപത്തിൽ അയാളോട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ദേഷ്യപ്പെട്ടപ്പോ നിങ്ങളെ ആ രൂപത്തിൽ പ്രതികരിക്കാൻ അനുവദിക്കുകയോ ചെയ്യുകയായിരുന്നെങ്കിൽ ഇയാൾ നരകത്തിൽ പ്രവേശിക്കുമായിരുന്നു. അതുകൊണ്ട് അയാളെ നരകത്തെ തൊട്ട് തടുക്കുക എന്നുള്ളതാണ്, നരകത്തിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് അയാളെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നടത്തിയ ദൗത്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരാളോട് ദേഷ്യപ്പെടുമ്പോ അയാൾ ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും നല്ല ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്ത് മധ്യസ്ഥരായി വരുന്ന ആളുകൾ പലപ്പോഴും പക്ഷപാതം പിടിക്കുകയും അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള മധ്യസ്ഥതയ്ക്ക് പകരം മധ്യസ്ഥത ഇല്ലാതിരിക്കലാണ് പലപ്പോഴും മെച്ചപ്പെടുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഉത്തമമായി ഉണ്ടാകാറുള്ളത്. അങ്ങനെ മധ്യസ്ഥത്തിന് ശ്രമിക്കുന്ന ആളുകൾ വളരെ മാന്യമായ രൂപത്തിൽ മാത്രമാണ് ഇടപെടേണ്ടത്, ഒരിക്കലും പക്ഷപാതം പിടിക്കാൻ പാടില്ല എന്നെല്ലാം ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനിയും മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സൽസ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും നേരം എന്നെ സഹിച്ചും ക്ഷമിച്ചും ഇത് കേട്ടിരുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, പറയുന്നതൊക്കെ പറയാൻ മാത്രമല്ല ജീവിതമാണ്, ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ്, പ്രാവർത്തികമാക്കേണ്ടതാണ് എന്ന് ഞാൻ എന്നെ ഉപദേശിക്കുകയാണ്. പറയുമ്പോഴെങ്കിലും നന്നായാലോ എന്നുള്ള പ്രതീക്ഷയാണ് ഇതിലൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സ്വഭാവം നൽകി നമ്മളെ തുണക്കട്ടെ. മകാരിമുൽ അഖ്ലാഖ് പുഅത്തുലി ഉതമ്മിമ മകാരിമുൽ അഖ്ലാഖി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൽസ്വഭാവത്തിന്റെ ഔന്നിത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിതനായത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉന്നതമായ സ്വഭാവം, ആ ഉന്നതമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണം, ആ ഉന്നതമായ സ്വഭാവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും പങ്കു നൽകട്ടെ. നമ്മളെ കൊണ്ടൊരാൾക്കും ഉപദ്രവമില്ലാതെ, അങ്ങോട്ട് ഉപകാരം ചെയ്യാൻ സാധിക്കില്ലെങ്കിലും ആർക്കും നമ്മളെ കൊണ്ട് ഉപദ്രവമില്ലാത്ത ഒരു ജീവിതം, അങ്ങനെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ തൗഫീഖ് നൽകി തുണക്കട്ടെ. കൂടുതൽ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമകളാകാൻ അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും കേട്ടതുമൊക്കെ നമ്മുടെ മീസാനിൽ അല്ലാഹു ഭാരമേറിയ അമലായി നമുക്ക് അനുഭവപ്പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മുടെ ഭാര്യ മക്കളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പലരുമുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. എല്ലാവർക്കും അല്ലാഹു ഹലാലായ മുറാദുകളെ സാധിപ്പിച്ചു കൊടുക്കട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. കടം പോലുള്ള വിഷമങ്ങളിൽപ്പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കത് വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. ഫലസ്തീനിൽ, സിറിയയിൽ ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന മുസ്ലിം സഹോദരീ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.